ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1 മുതൽ 2 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 1-ാം വാക്യം. തിമോഥെയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. യെരുശലേം കൗൺസിലിനു ശേഷവും വിശുദ്ധ പൗലോസിന്റെ നേതൃത്വത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അദ്ദേഹം സുവിശേഷം അറിയിച്ച ഇടങ്ങൾ സന്ദർശിക്കുകയും അവിടെയുള്ള വിശ്വാസികൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് അന്വേഷിക്കുകയും വിശ്വാസത്തിൽ വന്നവരുടെ വളർച്ചയെക്കുറിച്ച് ആത്മാർത്ഥമായി അന്വേഷിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വിശുദ്ധ പൗലോസിന്റെ 1-ാം മിഷണറി യാത്രയിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു തിമോഥെയോസ്. തുടർന്ന് പൗലോസ് തൻ്റെ പിൻഗാമിയായും തുടർ ശുശ്രൂഷകൾക്കുമായി തിമോഥെയോസിനെ രൂപപ്പെടുത്തിയെടുക്കുന്നു. അങ്ങനെയെങ്കിൽ തിമോഥെയോസിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട്, സാക്ഷ്യ ജീവിതം നയിച്ച തിമോഥെയോസ്. വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായിരുന്നു തിമോഥെയോസ് എന്ന് കാണുന്നു. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആയിരുന്നു എന്ന്. തിമോഥെയോസിന്റെ സാക്ഷ്യ ജീവിതത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്വദേശത്തും തൻ്റെ ചാർച്ചക്കാരുടെ ഇടയിലും സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ തിമോഥെയോസിന് സാധിക്കുന്നു. മാത്രമല്ല, യൗവനക്കാരനായ തിമോഥെയോസിനെ പൗലോസ് ഉപദേശിക്കുകയും ചെയ്യുന്നു: നീ വിശ്വാസികൾക്ക് മാതൃക ആയിരിക്കുക എന്ന്. അത് 1 തിമോഥെയോസ് 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക എന്ന് അവിടെ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ട്. കൂടാതെ പൗലോസ് തിമോഥെയോസിനെ എൻ്റെ മകനെ എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, സാക്ഷി ജീവിതം നയിച്ച തിമോഥെയോസിനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു പൗലോസ് അപ്പോസ്തലനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട്, വിശ്വസ്തയോടെ ചുമതലകൾ നിർവഹിച്ച തിമോഥെയോസ്. വിശുദ്ധ പൗലോസ് തിമോഥെയോസിനെ പല ചുമതലകളും ഏൽപ്പിച്ചിരുന്നതായി തിരുവചനം പറയുന്നുണ്ട്. കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് ക്രിസ്തുവിൻ്റെ വഴികളെ ഉപദേശിക്കുവാൻ പൗലോസ് തിമോഥെയോസിനെയാണ് അയക്കുന്നത്. അത് 1 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, പൗലോസിന്റെ പ്രതിനിധിയായി എഫെസോസിൽ താമസിക്കുവാനായിട്ട് തിമോഥെയോസിനെയാണ് അവിടെ അയക്കുന്നത്. അത് 1 തിമോഥെയോസ് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കൂടാതെ തെസ്സലോനിക്ക സഭയെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തേണ്ടതിനായി പൗലോസ് തിമോഥെയോസിനെ അവിടേക്ക് അയക്കുന്നു. അങ്ങനെ തിമോഥെയോസ് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തിമോഥെയോസ് യൗവനക്കാരനായ ഒരു ക്രിസ്തീയ നേതാവായിരുന്നു. തുടർന്ന് തിമോഥെയോസ് എഫെസോസിലെ ആദ്യത്തെ ബിഷപ്പായി തീർന്നു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ക്രിസ്തു വർഷം 97-ൽ ഡയാന ദേവിക്കെതിരെ പ്രസംഗിച്ചതിനാൽ വിജാതീയരാൽ കൊല്ലപ്പെടുകയും അങ്ങനെ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വ മരണം വരിച്ചു എന്നും ചില പാരമ്പര്യങ്ങളിൽ കാണുന്നു. അല്ല, റോമൻ ചക്രവർത്തിയായിരുന്ന ഡൊമീഷ്യന്റെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ചതായും പറയപ്പെടുന്നു. അങ്ങനെ ശ്രേഷ്ഠനായ സാക്ഷ്യജീവിതം നയിച്ചതായ സഭാപിതാവ് ഈ ലോകത്തോട് യാത്ര പറയുന്നതായിട്ട് കാണാം. ഇത്തരത്തിൽ സാക്ഷ്യമുള്ളൊരു ജീവിതം നയിക്കുവാനും വിശ്വസ്തയോടെ ചുമതലകൾ നിർവഹിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്രകാരം ജീവിക്കുവാൻ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, തിമോഥെയോസിനെ പോലെ സാക്ഷി ജീവിതം നയിക്കുവാനും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ആമേൻ.